ഞാൻ ഈ നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒത്തിരി ഈ നെഗറ്റീവ് എനർജി നമ്മുടെ സംസാരത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നമ്മൾ കൊടുക്കുന്നു. നല്ല കാര്യം പറയുകയല്ല, നല്ലതൊന്നും പറയുകയല്ല, എന്നതെങ്കിലും കുറവും കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ പിള്ളേരും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഈ ചെറുപ്പക്കാര് പിള്ളേരെ കല്യാണം കെട്ടിച്ചതിന് ശേഷം ഞാൻ അവരോട് പറയും, നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാ ദിവസവും ഒരു 10 നല്ല കാര്യം പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. ഇങ്ങനെ കുറ്റം പറഞ്ഞ് വഴക്കും പിടിച്ച് പിണങ്ങിയിരുന്ന് പഴയ കാര്യവും പറഞ്ഞ് അങ്ങനെ ഇരുന്ന് നമ്മൾ സമയം കളയരുത്. നമുക്ക് ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കണം. ശരിക്കും ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സംഭവത്തെ ഏറ്റവും പോസിറ്റീവാണ്. എന്താണ് ഏറ്റവും നെഗറ്റീവ്? ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ ഏറ്റവും പോസിറ്റീവ് ആക്കിയതാണ് നമ്മുടെ കർത്താവിന്റെ സുവിശേഷം. എന്താണ്? കുരിശ്, അല്ലെ? കുരിശെന്ന് പറഞ്ഞാൽ അപമാനത്തിന്റെ ചിഹ്നമായിരുന്നു. അത് ഏറ്റവും വലിയ ദൗർഭാഗ്യമായിരുന്നു. അത് കർത്താവ് സ്വീകരിച്ചതിലൂടെ കർത്താവ് അതിനെ ഏറ്റവും പ്രത്യാശ നിർഭരമായ കാര്യമായി മാറി. നമ്മുടെ സ്ലീവായില് നമ്മൾ പുഷ്പിച്ച കുരിശാണ്. ഈ മാർത്തോമാ സ്ലീവായിൽ നമ്മൾ കാണുന്നത് കുരിശ് പുഷ്പിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാ ആത്മീയ പാരമ്പര്യങ്ങളിലും പുഷ്പിച്ച കുരിശ് കാണാൻ പറ്റില്ല. ലത്തീൻകാർക്കുണ്ട്, ഇത് മലങ്കരക്കാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് പുഷ്പിച്ച കുരിശ്. കാരണം അതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനം. എന്താണത്? കുരിശുണ്ട്, സഹനമുണ്ട്, മരണമുണ്ട്, പക്ഷെ ഇത് പുഷ്പിക്കും. ഇതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ ദൈവം സൗഭാഗ്യങ്ങൾ മാത്രം തരുന്ന ദൈവമൊന്നുമല്ല. ക്രിസ്ത്യാനിയുടെ ദൈവം കുരിശിലൂടെയുള്ള മഹത്വമാണ് നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് നല്ല ധീരതയുടെ ജീവിതമാണ്. അപ്പോ ആ ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ജീവിക്കാൻ പറ്റുക? മോശം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധിയുടെ 5 ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, ആദ്യമൊക്കെ പറയുന്നത്, അതായത് പാഷനേറ്റ് ലോങ്ങിങ്, അതായത് നമ്മള് സുവിശേഷത്തിന് വേണ്ടി ആവേശത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വിശുദ്ധിയുടെ ലക്ഷണമാണ്. അതുപോലെ ധീരതയോടുകൂടി ജീവിക്കുന്നത് വിശുദ്ധിയുടെ ലക്ഷണമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് നർമ്മബോധവും തമാശ പറയാനുള്ള കഴിവും വിശുദ്ധിയുടെ ലക്ഷണമാണെന്നാണ്. നർമ്മബോധവും തമാശ പറയാനുള്ള കഴിവും വിശുദ്ധിയുടെ ലക്ഷണമാണ്. നിങ്ങൾ തമാശകളൊക്കെ പറയാറുണ്ടോ? കൊള്ളാം. അമ്മച്ചി തമാശയുടെ ആളാണ് കേട്ടോ. അമ്മച്ചിയെ കണ്ടിട്ട് തന്നെ ചെയ്തു വരുന്നു. അപ്പോ സത്യത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ വേണ്ടത് അതാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇച്ചിരി തമാശയൊക്കെ പറയുക. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നല്ല തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഊർജം കിട്ടും ജീവിക്കാനായിട്ട്. നമ്മൾ അതാണ് പകർന്നു കൊടുക്കുന്നത്. യൂറോപ്പിലൊക്കെ പഠിച്ച കാലത്ത് അവിടെ ചില വീടുകളിലൊക്കെ ഭക്ഷണത്തിനൊക്കെ പോകുമ്പോണ്ടല്ലോ, ഭക്ഷണം കഴിയുമ്പോൾ ഒരു കാഴ്ച കാണാം. ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യയ്ക്ക് നന്ദി പറയുന്നു. എടി താങ്ക് യു കേട്ടോ, നല്ല ഭക്ഷണമാണ്. ഈ അമ്മച്ചി ചോദിക്കാൻ പോകുന്നത്, ഇത് ഏത് രാജ്യത്താണ്? ഇതാണ് നമ്മുടെ രാജ്യത്തൊന്നും ഇങ്ങനെയുള്ള പാർട്ടികളെ കിട്ടാനില്ല, അല്ലെ? ഭക്ഷണം കഴിച്ചിട്ട് അമ്മയ്ക്ക് നന്ദി പറയുമോ മക്കളാരെങ്കിലും? എവിടെ പറയുമോ? അയ്യോ, അത് കൊള്ളാമല്ലോ. പറയുന്ന വീടുകളുണ്ടല്ലേ? തോട്ടക്കാട് പറയുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ പഴയ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ചോദിക്കണം. അപ്പോ അമ്മയ്ക്ക് നന്ദി പറയുന്ന മക്കൾ, അവരത് പഠിപ്പിക്കുക, പിള്ളേർ പഠിപ്പിക്കുന്ന നന്ദി പറയാം. അതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് നന്ദി പറയുന്നു, നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഭർത്താവിനെ ഭാര്യ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നു, നിങ്ങൾ നന്നായിട്ടൊക്കെ ചെയ്തു കേട്ടോ. ഇതൊക്കെ കേട്ട് വളരണം നമ്മുടെ പിള്ളേർ. അപ്പോഴാണ് അവർക്കും ജീവിക്കാനായിട്ടൊരു ആരോഗ്യം കിട്ടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു, അതില്ലേ ഇതില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ കുടുംബാന്തരീക്ഷം കുറച്ചും കൂടെ സന്തോഷ നിർഭരമാക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെല്ലാം കണ്ടിട്ട് നല്ല സന്തോഷമുള്ള മനുഷ്യരാണ്, അല്ലേ? ഇത്തിരി തമാശ പറയുന്ന മനുഷ്യരാണ്. അത് പറഞ്ഞപ്പോൾ എല്ലാവരും സീരിയസ് ആയിപ്പോയി. അതുവരെ ചിരിച്ചോണ്ടിരുന്ന മനുഷ്യരാണ്, നല്ല ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കവിളത്ത് 23 പേശികളുണ്ടെന്നാണ് പറയുന്നത്. 23 46. ഞാൻ കർത്താവിനോട് ഇടയ്ക്ക് ചോദിക്കും, ഇത്രയും പേശികൾ നിനക്ക് കൊണ്ടാകാം വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ? ഈ 23 46 പേശികൾ, അത് എല്ലാം കൂടെ പ്രവർത്തിച്ചാലേ നമുക്ക് ചിരി വരത്തുള്ളൂ.
പലരുടെയും 21 എണ്ണം തളർന്നു കിടക്കുകയാണ്. അവശേഷിക്കുന്ന 2 എണ്ണം കൊണ്ട് ചിരിച്ചാൽ ആ മഹാവൃത്തികളുമാണ്. മനസ്സിലായി, ചിരിക്കുകയില്ല, അവസാനം പറയുകയില്ല. അവിടെ ഇവരെ നന്നായിട്ട് ചിരിപ്പിക്കണം കേട്ടോ. പ്രാർത്ഥന വെച്ചാൽ അച്ഛനാഞ്ഞ് നല്ല ആളാണ് കേട്ടോ. ചിരിയുടെ ദിവസമുണ്ട് അല്ലേ? അതോടുകൂടി പകുതി പ്രശ്നം തീരാനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമായിട്ടൊക്കെ ജീവിക്കണം. നല്ല വാർത്തകൾ, സുവിശേഷം അല്ലെ, ഗുഡ് ന്യൂസ് ആണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് ആണ്. അതിനകത്ത് വായിച്ചാൽ മുഴുവൻ കുരിശും വേദനയും പീഡാസഹനവും ഒക്കെ ആണെങ്കിലും സംഭവം ഗുഡ് ന്യൂസ് ആണ്. അതാണ് വാട്ട് ഈസ് ഗുഡ് അബൌട്ട് ദ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വായിക്കാനിടയായി. വാട്ട് ഈസ് ഗുഡ് അബൌട്ട് ദ ഗുഡ് ന്യൂസ്? ഈ ഗുഡ് ന്യൂസിൽ എന്താണ് ഗുഡ്? അപ്പോ അതിനകത്ത് ഇതാണ്, ഈ സഹനങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഉത്ഥാനത്തിന്റെ ഒരു വലിയ സന്തോഷം ഉണ്ട്. അതാണ് ദാറ്റ് ഈസ് ദ ഗുഡ് തിങ് അബൌട്ട് ദ ഗുഡ് ന്യൂസ്. അപ്പൊ നമുക്ക് പരസ്പരം സുവിശേഷമാകാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്.